എന്തൊക്കെയുണ്ട് വരാരെ വിശേഷങ്ങൾ? കഴിഞ്ഞു കൂടുന്നു തമ്പ്യങ്കുന്നേ. ഈടായിട്ട് തമ്പ്യങ്കുന്നിനെ കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. പഴയതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? വേണ്ടായേ, നാട്ടുകാർക്ക് അങ്ങയുടെ ദിവ്യത്വത്തെ പറ്റിയേ പറയാനുള്ളൂ. എല്ലാം വേലായുധ സ്വാമിയുടെ അനുഗ്രഹം. പിന്നെ നമ്മുടെ മീനാക്ഷിയും ചൂരക്കാട്ട് ഭട്ടത്തിനും കൂടി എന്തൊക്കെയോ ആലോചനകൾ നടത്തുന്നു. ഇന്നലെയും ഇന്നും തിരുമേനി അമ്പലത്തിൽ വന്ന് അവളെ കണ്ടു. അവളുടെ മകൾക്ക് പാതവിപദ്രവമാണെന്ന് കേട്ടല്ലോ. ഗോമതി പെണ്ണിനോ? നാഴികയ്ക്ക് മുമ്പ് ഞാൻ അവളെ കണ്ടതാണല്ലോ. അവളും ആങ്ങളച്ചെറുക്കനും കൂടി കിഴക്കേ നടക്കിലെ സംഭാരം വെക്കുക. ഗോപാലനുണ്ട്. പിന്നെ ഇന്ന് അഷ്ടവിരോഹിണി ആയതുകൊണ്ട് നല്ല വിറ്റുവരവാ. മാരാർപ്പിക്കുള്ളൂ. മഹാമായി, ദുഷ്കർമ്മിയായ ഭട്ടതിരിയുടെ പരീക്ഷണം എനിക്ക് കാട്ടിത്തരണമേ. വന്ന കാലം നിൽക്കാതെ അവത്തോട്ട് വന്നാട്ടെ. ഞാൻ എത്ര നേരമായി അങ്ങനെ കാത്തിരിക്കുക. ഗോമതി എവിടെ? മുറ്റത്ത് നിന്നുകൊണ്ടാണോ ഗോമതിയെ തിരക്കുന്നത്? അകത്തോട്ട് വന്നാട്ടെ. മീനാക്ഷി, ഞാൻ അകത്തേക്ക് വരാം. പക്ഷെ മാന്ത്രിക കർമ്മം നടത്താതെ ഞാൻ പുറത്തിറങ്ങില്ല. കർമ്മം നടത്തിക്കാതെ ഞാൻ തമ്പി എങ്ങനെ വിടത്തുമില്ല. ശരി. വിളക്ക് വേണ്ടേ? എന്നോട് പൊറുക്കണം. ബാധോപദ്രവം ഗോമതിക്കല്ല, അവിടുത്തെ മീനാക്ഷിക്ക. മഹാദേവി സ്വാഹ. ഈ പാപിയോട് പൊറുക്കണേ. ചോരക്കാട്ട് പട്ടേരിയ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇനി ഒരിക്കലും മീനാക്ഷി തെറ്റ് ചെയ്യില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ സത്യം. എഴുന്നേൽക്കൂ. അവന്റെ ഒരു വശ്യപ്രയോഗം. സർവവശ്യ തൈലവും ലേപനവും അവൻ ജപിച്ചു തന്നിരിക്കുന്നത്. നിന്റെ മകൻ നിന്നെ കണ്ടാലും മോഹിക്കും. വേഗം പോയി കുളിച്ച് ശുദ്ധമായിക്കോ. ഓം ഹ്രീം കർണപിശാചിനി കർണേ കഥയ സ്വാഹ. എന്ത്? എന്റെ വശ്യപ്രയോഗം കുമാരനിൽ ഫലിച്ചില്ലെന്നോ? അനീതിയെ എതിർക്കേണ്ടെന്നാണ് അമ്മ പറയുന്നത്. കുമാരൻ സ്ഥാനമേറ്റ് 2 കൊല്ലമാണ് കഴിഞ്ഞത്. 2 വാവുബലി അടിയന്തരങ്ങൾ നടന്നു. വറപ്പൊടി നിവേദ്യവും ഗരുഡപൂജയും നടത്തിയതല്ലാതെ അന്നദാനമോ സപ്താഹമോ പിതൃപൂജയോ അവൻ നടത്തിയില്ല.
കൊട്ടാര വസ്തുവിലെ ആദായം ഒരു ശാഖക്കാർക്ക് സമ്പാദിക്കാനുള്ളതല്ല. നീ പറയുന്നത് നേര് തന്നെ. പക്ഷേങ്കി കുമാരനോട് എതിരിടാൻ പോകുന്നത് ബുദ്ധിയല്ല മോനെ. നാട്ടുകാരെല്ലാം അവന്റെ ഭാഗത്തേ നിൽക്കൂ. എന്തായാലും നാളെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് നാളികരം വെട്ടിക്കാൻ ഞാൻ നിശ്ചയിച്ചു. അളിയന്മാരെന്തു പറയുന്നു? എന്റെ കൂടെ വരാൻ ഭയമുണ്ടോ? തെങ്ങേ കയറാൻ ഈ കരയിലുള്ള ഒരു തണ്ടാനും വരുമെന്ന് തോന്നുന്നില്ല. അളിയന്മാരുടെ ദേശങ്ങളിൽ നിന്ന് ആളെ കൊണ്ടുവരുതോ? നാടുവഴി ഒന്ന് കണ്ടിട്ട് പോരേ ശേഖര? വസ്തു കൈയേറുന്നത് ഏയ്, നാടുവാഴി നിയമം മാത്രം നോക്കുന്ന ആളാ. ഭാഗപത്രപ്രകാരം കൊട്ടാരവും വസ്തുക്കളും മാന്ത്രികന്റെ അവകാശത്തിലപ്പെടുക. കൃഷ്ണപ്പരുന്ത് കുമാരന്റെ വിളിപ്പുറത്താ. എനിക്കാകെ ഭയമാകുന്നു. ഗരുഡ ഭഗവാന് കാണിക്കയുമായേ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് ചെല്ലൂ. നാളെ സന്ധ്യയ്ക്ക് ഒരു വിശേഷാൽ പൂജയും നടത്താം. നാളത്തെ പൂജയ്ക്ക് പുതുമനത്തന്ത്രി തന്നെ ആകട്ടെ. അങ്ങുന്നേ ശേഖരൻ തമ്മി അങ്ങുന്ന് നാളെ കൊട്ടാരത്തിൽ നാളികേരം ഇടിച്ച് വസ്തു കൈവശാക്കാൻ പോണെന്ന് കേട്ടു. പുതുമന തിരുമേനിയെ കൊണ്ട് ഒരു പൂജയെ നടത്തുകയാണത്രേ. ഒരുത്തനും കൊട്ടാരത്തിൽ കയറില്ല. തീർച്ചയായും വഴക്കും വക്കാളും ഒന്നും വേണ്ട കുമാര. കൊട്ടാര വസ്തുവിന്റെ ആദായം വടക്കേതുകാരെടുത്തോട്ടെ. തറവാട്ട് മാന്ത്രിയൻ തോറ്റു കൊടുക്കണമെന്നാണ് അമ്മ പറയുന്നത്. പ്രതിഫലം വാങ്ങാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാ മാന്ത്രിയൻ കൊട്ടാര വസ്തുക്കൾ മാറ്റിവെച്ചിട്ടുള്ളത്. പുതുമന തന്ത്രിയെ കൊണ്ട് അവിടെ പൂജ നടത്തും പോലും. മോനെ, പുതുമനത്തന്ത്രി പേരെടുത്ത താന്ത്രികനാ. നിന്റെ അമ്മാവനും അദ്ദേഹത്തെ ബഹുമാനമായിരുന്നു. അദ്ദേഹവുമായി നീ പിണങ്ങല്ലേ? അമ്മ അതേ ചൊല്ലി വിഷമിക്കണ്ട. തന്ത്രി അദ്ദേഹം പൂജയ്ക്ക് വരില്ല. അങ്ങുന്നേ ഈ പുതുമന തന്ത്രി അത്രയ്ക്ക് വലിയ ദിവ്യനാണ്. തനിക്ക് എന്തറിയാമോ? പുതുമന തന്ത്രിയുടെ വംശത്തിന് കേരളോൽപത്തിയോളം പഴക്കമുണ്ട്. സദ്ദേവതകളെ സേവിപ്പാനും ദുർദേവതകളെ അകറ്റാനും വേണ്ടി പരശുരാമൻ നിയമിച്ചവരിൽ പ്രധാനികളാ കാളക്കാട്, കാട്ടുമാടം, കല്ലൂർ, ചേന്നാസ് തുടങ്ങി പുതുമന വരെയുള്ളവർ. ഇപ്പോഴത്തെ പുതുമന തന്ത്രി താന്ത്രിയൻ മാത്രമല്ല, മഹാമാന്ത്രികനുമാണ്. നമുക്ക് പൂവമ്പഴ പ്രിയാന്ന് കൊച്ചുതമ്പി അറിഞ്ഞിരിക്കുന്നു. അവിടെ ഇരിക്കൂ. ഞാൻ നിന്നോളാം തിരുമേനി. ഏയ്, അത് പറ്റില്ല. പുത്തുവര മാന്ത്രികനെ നിർത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കേ. ഇരിക്കെന്നെ വേണം. കുമാരന് നല്ല മന്ത്രസിദ്ധി ലഭിച്ചതായ ഞാൻ അറിഞ്ഞത്. സത്കർമ്മങ്ങളെല്ലാം നടത്താറുണ്ടോ? കൂടുതലും വിഷബാധകളെ അയറ്റുന്ന ശാന്തികർമ്മങ്ങളെ നടത്താറുള്ളത്. ഗരുഡ സേവ മാത്രമല്ലേ കാരണവർ അഭ്യസിപ്പിച്ചിട്ടുള്ളൂ? ബാക്കിയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അഭ്യസിച്ചു അല്ലേ? അതെ തിരുമേനി. ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കണം. കൃഷ്ണപ്പരുന്ത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. കടുത്ത മന്ത്രപ്രയോഗത്തിലൂടെ പക്ഷിരാജനെ എപ്പോഴും പ്രത്യക്ഷപ്പെടുത്തരുത്. അല്പം അപാകത സംഭവിച്ചാൽ ആപദ്ബന്ധുവായ ഗരുഡൻ അന്തകനായി മാറും. ഹനുമാന്റെ കാര്യവും അങ്ങനെ. പരിഭ്രമിക്കാനൊന്നുമില്ല. രണ്ട് കാര്യം ശ്രദ്ധിക്കാൻ മതി. ബ്രഹ്മചര്യം ജീവിതവ്രതമായിരിക്കണം. ദുഷ്കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. അത്രയേ ഉള്ളൂ. എനിക്ക് ശത്രുക്കളുണ്ട് തിരുമേനി. കുമാരന് ശത്രുക്കളോ? കളീക്കിലെ ശേഖരൻ എന്റെ അധീനതയിലുള്ള തറവാട്ട് കൊട്ടാരം കയ്യേറാൻ തുടങ്ങുന്നു. തിരുമേനിയെ കൊണ്ട് അവിടെ പൂജ നടത്തിക്കുന്നെന്നും കേട്ടു. അങ്ങനെ കാര്യം. ഒരു പൂജ നടത്തണമെന്ന് ശേഖരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയിച്ച പൂജ മുടക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം. കുമാരൻ എന്റെ പരികർമ്മയെ അങ്ങോട്ട് കൂടിക്കോളൂ. എന്താ, സന്തോഷമായില്ലേ? തിരുമേനി, ഭുവനേശ്വരി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മുന്നിൽ നടന്നോളൂ. ഇവരെയും കൊണ്ട് രാമശാരി മുന്നിൽ നടക്കുക. താനും വരൂ.
ഞാനിത് നേരത്തെ നിരീക്ഷിച്ചതാ. നമ്മുടെ തറവാട്ട് മാന്ത്രികൻ മനംനൊന്ത് വിളിച്ചാൽ കൃഷ്ണപ്പരന്ത് പാഞ്ഞെത്തും. എത്തിയോ? രാമശാരെ, പുതുമന തന്ത്രിയോട് എന്ന് പറഞ്ഞേക്ക് നടത്താനിരുന്ന പൂജ മാറ്റിവെച്ചിരിക്കുന്നു. തന്ത്രിയെ കണ്ടില്ലേ? കണ്ടു. പക്ഷേ അദ്ദേഹവും കുമാരൻ തമ്പി അങ്ങും ചേർന്ന് പൂജ നടത്തുമെന്ന് പറഞ്ഞു. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ മഹാരാജ്ഞേ നമഃ. ഓം ശ്രീമത് സിംഹാസനേശ്വര്യേ നമഃ. ഓം ചിതാഗ്നികുണ്ഡ സംഭൂതായേ നമഃ. ദേവീ മഹാമായേ ജഗദംബികേ അഭിവാദയേ പരമേശ്വര ശർമാഹംഭോ. ആരാണാവോ എത്തിയിരിക്കുന്നത്? ഭൂതമോ രക്ഷസോ പ്രേതമോ? ഈയിടെയായി ബാധകളെ ഒഴിപ്പിക്കല് തന്നെയാ നിന്റെ ജോലി. അറുകൊലയും രക്ഷസും ഒക്കെ അപകടകാരികളാ. അമ്മയൊന്നും മിണ്ടാതിരിക്കൂ. ഒരു ബാധയ്ക്കും എന്നെ ഉപദ്രവിക്കാനാവില്ല. മന്ത്രവാദി, അത്താഴൂണ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന പെണ്ണ പെട്ടെന്ന് എണ്ണീറ്റാ ചാടി തുള്ളാൻ തുടങ്ങിയത്. മണിമംഗലത്തെ? അതേ കുഞ്ഞെ, മണിമംഗലത്തെ കേശവൻ നായരാ ഞാൻ. എന്റെ മകളാ ഭാനുമതി. ഞാനിതാ വരുന്നു. ഇങ്ങോട്ട് വേദനയ്ക്കൂ. മനസ്സില്ല. എടോ മന്ത്രവാദി, താനെന്നെ എന്ത് ചെയ്യാനാ ഭാവം? നീ ആരാണെന്ന് പറയൂ. പറയില്ലടാ. നിന്റെ മന്ത്രത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിർത്തണം മന്ത്രം. കളത്തിലേക്ക് കയറ്. കളത്തിലേക്ക് കയറാൻ. ഈശ്വര, നീ ആരാ? ഞാൻ രക്ഷസ. നീയല്ലേ മുമ്പൊരിക്കൽ കരിമ്പൂച്ചയെ വന്നത്? അതെ. പ്രതിഷ്ഠാന വാചം ഹ്രീം